ഉള്ളത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബാക്ക് സൈഡിലുള്ള കല്ലുംകൂട്ടത്തിലാണ്. ആ ഒരു മനോഹരമായിട്ടുള്ള പാടത്താണ് നമ്മളുള്ളത് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ഇറങ്ങണം, അതുപോലെ പാടത്തിറങ്ങുന്ന ഒരു ഫീലൊക്കെ കിട്ടും, അതുപോലെ ഫ്ലൈറ്റ് പൊങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് അടുത്ത് കാണാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു കല്ലുംകൂട്ടം എന്ന് പറയുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകൾ നമുക്കിന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് വന്നിറങ്ങി പാടത്തിങ്ങനെ ലാൻഡ് ചെയ്യണ പോലെ തോന്നുന്നത്. ശരിക്കും അത് തൊട്ടപ്പുറത്തെ എയർപോർട്ടിൻ്റെ റൺവേ ആണ്. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് കുറച്ച് നേരം ഇന്ന് ഫ്ലൈറ്റുകളൊക്കെ കുറവാകുന്നുണ്ട്, ഒക്കെ തിരിഞ്ഞാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു അടിപൊളി വിഷ്വലും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് സാധിച്ചാൽ. അപ്പോൾ പ്ലെയിനുകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിമാനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ഫ്ലൈറ്റുകൾ അടുത്ത് കാണാനും അതിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് കല്ലുംകൂട്ടത്തേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്താൻ പറ്റും. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാം. നമ്മുടെ ജിംനാസ് കഫേ ഒക്കെ ഇവിടെയാണ് ഉള്ളത്. അതിൻ്റെ മുകളിൽ ഇരുന്നാൽ തന്നെ നല്ല കാഴ്ചകൾ കാണാം. അതിലുപരി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് ഒരു ഞായപ്പോൾ ഒരു മതിലിൻ്റെ മുകളിലായിരിക്കും കേട്ടോ. ആ മതിലിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫ്ലൈറ്റുകൾ അടുത്ത് കാണാം. പൈലറ്റിന് വരെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഫ്ലൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാർക്കും ഇങ്ങോട്ട് വരാവുന്നുള്ളൂ. കല്ലുംകൂട്ടം എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ കിട്ടും. കാലടി വഴിക്കും വരാം, അതല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണ കാണാൻ പറ്റും. നല്ല രസമായിരുന്നു കേട്ടോ. ഒട്ടുക്കത്തെ സൗണ്ടാണ്, കാരണം നമ്മുടെ തൊട്ടടുത്ത് കൂടെയാണ് ഫ്ലൈറ്റ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ഫ്ലൈറ്റൊക്കെ നല്ല രീതിയിൽ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇത്രയും നല്ലൊരു സ്പോട്ട് വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും കല്ലുംകൂട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് കാണാം. അപ്പോൾ ഇത് കല്ലുംകൂട്ടത്തിൻ്റെ ആ ഒരു ചായക്കടയും അതുപോലെ തന്നെ ചെറിയ ചെറിയ തട്ടുകടയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ വൈകുന്നേരങ്ങളാണ് കട തുറക്കുക. അപ്പോൾ തുറക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നതാണ്. എയർപോർട്ടിൽ നിന്ന് അവരെ ബന്ധുക്കളെ കൊണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ചായയെ കുറിച്ച് ഫ്ലൈറ്റൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ വന്നാലേ അറിയുള്ളൂ. ഇതാണ് ശരിക്കും കല്ലുംകൂട്ടം എന്ന് പറഞ്ഞ സ്ഥലം. ഈ സ്ഥലം ദാ ഗ്രില്ലിട്ട് അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതും ടേക്ക് ഓഫ് ചെയ്യണതൊക്കെ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ ഗ്രില്ല് വെച്ച് അടച്ചിട്ടുണ്ട്. അവിടെ ഒരു കനാലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കല്ലുംകൂട്ടം. വരാത്തവർ നേരെ ഇങ്ങോട്ട് പോന്നോട്ടാ. അതുപോലെ തന്നെ കൊച്ചി എയർപോർട്ടിൻ്റെ മുന്നിൽ കൂടെ വന്നിട്ട് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ആവണങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് ഒരു വണ്ടിയിട്ട് നിൽക്കണതാണ് ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു ഇൻഡിഗോ വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഈ ഒരു ലൊക്കേഷനിലേക്ക് സ്വാഗതം. അല്ല, അടുത്ത് തന്നെ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അവിടെ വണ്ടി നിർത്തുന്നത് സൂക്ഷിക്കണം, നോ പാർക്കിംഗ് ആണ്. കുറേ നേരം വണ്ടി നിർത്തത് ഫൈൻ കിട്ടും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഫ്ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ വന്ന് ഫ്ലൈറ്റുകൾ കാണാം. ഓരോ ഫ്ലൈറ്റുകളുടെ വരിയായിട്ട് നിൽക്കുകയാണ് അടുത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.